ഡബിൾ ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻട്രോ എന്നല്ലേ, ഇത് ഇച്ചിരി പ്രശ്നമുള്ള ഗെയിമാണ്. അപ്പോൾ എല്ലാവരും ബീസറിനോടെ കണ്ടിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത്. കണ്ടില്ലെങ്കിൽ എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ കാണുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു ഡിസ്ക്ലെയിമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 3 പിള്ളേരാണ്. നമ്മുടെ അമ്മ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി കാണണ്ടായി അങ്ങനത്തെ ചെയ്തത്. അപ്പോൾ നമ്മൾ ആ കുട്ടീനെ പോയി തിരയണം. അപ്പോൾ അതിൻ്റെ ഉള്ളത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഈ കഥകൾ വരുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ഒരു വെറൈറ്റി രീതിയിലാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും ബിഷനാണ് ഇതിൽ കളിക്കുന്നത്. അപ്പം സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും വന്നിരിക്കുക. ഫസ്റ്റ് പാർട്ട് അവിടെ ഉണ്ടായിരിക്കും, സെക്കൻഡ് പാർട്ട് ഇവിടെ ആയിരിക്കും. 3 ചാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡും തേർഡ് എൻ്റെ ചാപ്റ്റർ ഉണ്ട്. ഇച്ചിരി പ്രശ്നം അതിൻ്റെ എൻഡിങ്ങാണ് വരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക. അപ്പം ലെറ്റ്സ് വീഡിയോ. അണ്ണ നമുക്ക് ചാപ്റ്റർ 2 എന്തുട്ടായിരുന്നു പറഞ്ഞത്? ലാ ചന്ദ്രാന്റെ അതെ, എന്തുട്ടായാലും അണ്ണത് ഇത് സാധനം സംഭവം എനിക്ക് മനസ്സിലായത്. നമ്മൾ ഇതിന്റെ ഈ വെളിച്ചുള്ളടത്ത് ഇവര് വരില്ല. മറ്റേ ഞണ്ടാണ് കറിക്ക് ഉപയോഗിക്കണം. എനിക്ക് ഞണ്ട് ഇഷ്ടം. ഞണ്ട് കറി ഇഷ്ടാണോ? ചെറുതായിട്ട് ചാടി കിടന്നോട്ടെ. ലൈറ്റ് ഉപയോഗിച്ച് വേണം നമുക്ക് പോവാൻ. അതെ, എന്നിട്ട് ഞാൻ വെളിച്ചം തരാം. അവര് പോയിട്ട് ഉമ്മേ ഇനി എന്തിട്ടാ ഞാനെന്ത് ചെയ്യും? നീ പോവാൻ പറ്റേ? എന്തുട്ടത് അവിടെന്താ? ഇങ്ങോട്ട് വാ. തൈസ് എന്നെ ഞാനാണ് അവരവിടെ ആള് കൂടിയത്. അതാ സ്കീം ഒന്നും ഇട്ടിട്ടേ ഒരുമിച്ചേ ഒരാൾക്കേ പോവാൻ പറ്റൂ. പോ, മറ്റാള് കുടുങ്ങും ഉറപ്പാ. ഇല്ല കൊടുക്കല്ലേ. ഇത് ഫാൻ ഓഫ് ചെയ്യണം. ഫാൻ ഓഫ് ചെയ്യങ്ങള് ഓഫ് ചെയ്തില്ലല്ലേ? എന്തുട്ട് കാണിക്കണ്? അല്ലടാ, ഇത് ഫാൻ ഓഫ് അല്ല, വെളിച്ചം. അവിടെ ഒരു ലിവർ കണ്ട വെളിച്ചെല്ലാം എടുത്ത് മഞ്ഞ. എന്റെ ഭഗവാനെ, പോയിട്ട് അത് ശരിയാക്കി. ഇതെങ്ങനെയാ? ഉമ്മേ കാല്. അതെ, എനിക്ക് ലൈറ്റ് അടിച്ചാ കേട്ടാ. അണ്ണാ എന്റെ കാല് ഫാൻ നിന്ന് കേറാൻ പറ്റുമോ അവിടെ? കേറാം. ഇതിലും വരാം. ഇതെന്തുട്ട് ജീവികളിത്? ഞണ്ടാണ്. നമ്മുടെ 3ാമത്തെ കുട്ടിക്ക് 8 അണ്ണാ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് മേലെ. അതെ, ഇപ്പൊ നേരെ തിരിച്ചതിന്റെ ഓടിക്കോ. ഈ 8 കാലികൾക്ക് 8 കാലില്ല, മറ്റേ എന്താ ഞണ്ടുകൾക്ക് എന്തോ സാധനം തിന്നുണ്ട്. അവരെ കണ്ണൊക്കെ ഡബിളിഷാണ്. ഞണ്ടുകൾ 8 കാലില്ലേ, ഞണ്ടുകളെയാണ് കേട്ടോ പേടി. തള്ളു. എന്റെ ഭഗവാൻ, ഇതെന്തുട്ടത്? തിരിച്ചു വരും കേട്ടാ, വേറെ കാര്യം. അതെ, ഇവിടെ എന്തെങ്കിലും ഉണ്ട്.
ഇത് വെളിച്ചത്തിനുള്ള സാധനമാണല്ലോ. ആ ഇത് പുറത്ത് കിട്ടുമ്പോ ദേവെന്നെല്ലാം കൂടി ഈ പൈ ഞെക്കിയപ്പോളേ അവിടെ മുകളിലൊരു തല ഞണ്ടിന്റെ എന്തോ ഒരു ചത്ത ഞണ്ട എന്തോ ഒരു സാധനം വന്ന്. ഇപ്പൊ കറണ്ട് വന്നാ? ആ ഇന്റെ ലൈറ്റ് ഇത് ഞാനാ കൺട്രോൾ ചെയ്യണ ലൈറ്റ്. അന്നെ ഞാൻ ഇറക്കണം താഴത്തേക്ക്. എവിടെ കൊണ്ടുപോകണം? അത് ഈ പോകുമ്പോഴൊക്കെ അറിയുള്ളൂ. ലൈറ്റ് നിക്ക്. ആദ്യം ഇങ്ങോട്ട് വാ. ലെഫ്റ്റ് അല്ലേ? ആ ലെഫ്റ്റിക്ക് പോണില്ല കേട്ടാ. 2 ലിവർ ഉണ്ടാവും അപ്പൊ ഇവിടെ ലൈറ്റിന്റെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, ലെഫ്റ്റ് റൈറ്റ് ഒന്നും പോണില്ല. ഇല്ല, ഇത് ടോപ്പും ബോട്ടം മാത്രമേ പോകുള്ളൂ. ആ അതെ, അവിടെ ചോടച്ചോ ഞാൻ ചാടി കിടക്കാം. ആ ബാക്കി എന്റെ കയ്യിലാ. ഇനി ഞാൻ വരണം. എന്നെ മനസ്സിലുണ്ട്. ഹോംവർക്ക് ചെയ്യാം. അത് എളുപ്പല്ലേ? ആ ഇവിടെ നിന്നാണ് വന്നേ, പേടിക്കണ്ട. ഞാൻ മോട്ടർ ഓണേ തരാം, ബാക്കി ഉണ്ടെന്ന് ചോദിച്ചോ. അതല്ല, ഈക്ക് വഴി എന്നിട്ട് ഈ ആക്കി തരണം. ഓക്കെ, ഞാൻ ഇവിടെ റെഡി. അതായത് കുറച്ച് പ്രിന്റ് ചെയ്ത് ഓടണേ. ആ അത്രേ ഉള്ളൂ. കേറമനെ. ആ ഇനി അണ്ണ അവിടെ നിന്ന് ഇറങ്ങിക്കോ, ഇനി ഞാൻ കൺട്രോൾ ചെയ്ത് തരാം. അനക്ക് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുമത്? എനിക്ക് സൈഡ് മാത്രം. സൈഡ് മാത്രം. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യണം. അടുപ്പിച്ചോ. ഞാനിവിടെ അത്രേ ഉള്ളൂ. എവിടെ എന്റെ ആ ഇതിന്റെ കൂടെ കൊണ്ടുവന്നാ മതി. അയ്യോ ഓക്കെ. വാ അങ്ങോട്ട് കോണി കേറ്. തന്നെ കേറങ്ങട്. ആ അഭിലാഷേ, കോണി കേറില്ലല്ലോ. കേറങ്ങട്. ആ അതന്നെ ഇന്ററാക്ഷൻ ബട്ടൺ. ഇന്ററാക്ഷൻ ഞാൻ ഞെക്കുണ്ട്, ഇന്ററാക്ട് ആവുന്നില്ല. അഭിലാഷ് കത്ത് ഒന്ന് പിടിക്കോ? ആര്? ഞണ്ടല്ലോ ഇവിടെ. അല്ല നിക്ക്, ഞാൻ ബട്ടൺ ഞെക്കാണ്ടല്ല. കുറച്ചൊരു ഓടാനുള്ള സ്ഥലം വേണം. അതിന്റെ ആണെന്ന് തോന്നണില്ല എനിക്ക്. അഭിലാഷ് ശരിയാവും. നിക്ക് എന്തോ ബഗ്ഗാ. ആ ഇനി ബഗ്ഗിനെ കുറ്റം പറ. കണ്ട ബഗ്ഗാണേ ഗൈസ്, അത് ബഗ്ഗൊന്നുമല്ല ഗൈസ്, ചാണറിയണം. ലൈറ്റ് വിടാൻ പോട്ടെ ഞാൻ. നീ ലൈറ്റ് വിട്ടോ, ഞാൻ സേഫായി. നീ എങ്ങനെ വരും? നീ എങ്ങനെ വരും? ഞാൻ ഇവിടെ നിക്ക്, എനിക്കിവിടെ എന്തോ ഒരു ലിവർ കാണാണ്ട്. ആ ലിവർ നോക്കി. അല്ല എല്ലാം പോയി. ഞാനും വിചാരിച്ച ഇതെന്തത് ഫുൾ ലൈറ്റ് വന്നപ്പോ എല്ലാം കറണ്ട് പോണേ. ലൈറ്റ് വന്നും പോയി നിക്കുക. അയ്യോ ഞാൻ പെട്ടവിടെ മുകളില്. ആ ശരി എന്നാ അഭിലാഷേ, ഓട്. ഞാൻ ഇവിടേക്ക് പോണ്ട്. ലൈറ്റിലോടത്ത്. ഓക്കെ. അഭിലാഷ് ബഗ്ഗല്ലല്ലോ ഗൈസ്, അത് ബഗ്ഗല്ല കേറാറിയണ്ട. അത് കേട്ടാ മതി. ബഗ്ഗാണ് ബഗ്ഗല്ല. കേറാറാണ്. ആ വഴി കിട്ടി വാ. ഞാനിവിടെ അന്നേ നോക്കി നിന്ന് നേരത്തെ അതിന്റെ അടുത്ത് പോവാ. എന്നിട്ട് ഇതേതല്ലേ അപ്പുറത്തോട്ട്. അതന്നെ ഇതെന്തിട്ട് മുട്ടയാ. അവര് വരുന്നേ. അഭിലാഷേ പിടിച്ചില്ലേ. അയ്യോ ഓടാൻ പറ്റില്ല അഭിലാഷേ. അതങ്ങനെ എവിടെ?
അഭിലാഷേ അവിടെ കിടക്കുണ്ടായിരുന്നാ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓരോരുത്തരും പെടുന്നുണ്ടല്ലേ? അഭിലാഷേ വാ വാ കേറ് 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 കേറേ. പിടിച്ചേ ആ കൺവട്ടത്തിൽ നിന്ന് പോരുതേ. ആ ഞാനാ പെട്ടെ പിടിക്കേ അഭിലാഷേ. ആ കണ്ട് എനിക്ക് വേണ്ടത്. ആ കേറണം. സ്പീഡില് ഫുൾ സ്പ്രിന്റ് ആക്ഷൻ. അതെ ഓക്കെ. ഇതിലേ ഉണ്ട്. ഇതില് കിട്ടും. ഇതില് നമ്മള് ഏറ്റിരിക്കും. ആ ഫാൻ ഓഫ് ആക്ക്. ആ പോ അഭിലാഷേ. വാ 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 അത്രയുള്ളൂ. ഇത്രയുള്ളൂ. ഈസി. വാ 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 വാ. വലിച്ചിട്ട് കേറാ. താഴത്തേക്ക് വാ. അയ്യോ താഴത്ത്. വാ എന്നെ വലിച്ചിട്ട്. ഓക്കെ ഇത്രയുള്ളൂ. ഈസി. കിട്ടി. എന്തോ ഒരു യുദ്ധം കഴിഞ്ഞ പോലെ അല്ലേ? മൂന്നാമത്തെ കുട്ടി ചുമരുമ്പോ മറ്റേ വെട്ടുകളി കളിച്ചിട്ടുണ്ട്. അതെന്തോ വലിയ വെട്ടുകളിയാണ്. ഇത് വലിയ എന്ത് സാധനം അത് മോളിൽ പോകുന്നുണ്ട്. എന്തോ വലിയ ലിഫ്റ്റോ? ഇതെന്ത് ലിഫ്റ്റാണോ? ഇവിടെ എന്തോണ്ട് പിടിക്കാനുള്ളതില്ല. ഇപ്പോഴാവില്ലെന്നാ സിമ്പിള് കാണാണ്ട്. റൈറ്റ് സൈഡിൽ വഴി. ഓക്കെ എന്തോ ചെക്കൻ. ഇതെന്തിട്ടത്? മൂന്ന് കുട്ടികളിലും മൂന്നാമത്തെ കുട്ടി നമ്മളെ രണ്ടുപേരും ഒഴിവാക്കി. പെൺകുട്ടീനെ മാത്രം. നമ്മള് രണ്ടുപേരാണോ അതോ എന്നെ മാത്രം അവിടെ വെച്ചിട്ട് അമ്മനെ ഒഴിവാക്കിയ? എനിക്കത് അച്ഛനും അമ്മേനെയാണ് കഥ തോന്നുന്നുണ്ട് എനിക്ക്. അതെ അച്ഛനമ്മ ശരിയില്ലാണ്ടാണ് ഗൈസ്. എന്താ കേറാൻ പറ്റേ? ഇങ്ങനെയല്ലേ? ഇങ്ങനെ ബഗ്ഗാണ്, പേടിക്കണ്ട. വാ. ഓക്കെ ഇങ്ങനെ തന്നെ ഗൈസ്. വഴി ബഗ്ഗായിട്ട് രണ്ടാൾ അടുത്തടുത്തായിട്ട് നിന്നിട്ടേ. ഫ്രീ ഗെയിം അല്ലേ? അതെ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് കൊള്ളാൻ സാധനണ്ടോ? ഒന്നിലും മൾട്ടിപ്ലെയർ അല്ലേ? പക്കാ ലിറ്റിൽ നൈറ്റ്മെയർസ് വൈബ്. 3 പേർക്ക് ബണ്ണുണ്ടായിരുന്നു. അതിലൊന്നില് വിഷം കലർത്തി അമ്മ. അതെ തള്ളു. ഈ തള്ളണ സെറ്റപ്പ് ഉണ്ടല്ലോ. വിഷം ഐസ്ക്രീമാ. ഇയാളെ മുട്ടി എന്ത് ഇങ്ങനെ? ഇതാന്നോണ്ട് അച്ഛൻ. ഇതെന്തോ കഞ്ചാവന്നുണ്ട് മണപ്പിച്ചു. എലിക്സർ. ഓ നമ്മള് അയാൾ കൊണ്ടുപോയത് മരുന്ന്. അത് വന്ന് ടെറർ ആളുതേം വിഷത്തിന് ഒഴിക്കണ്. പതുക്കെ വന്നേ. പറഞ്ഞല്ലേ പക്കാ ലിറ്റിൽ നൈറ്റ്മെയർസ്. വാ വാ വാ. ഓ ഇയാളാട്ടാ. അപ്പൊ കത്തി ഫിറ്റ് ചെയ്ത് കണ്ടേ കണ്ട്. കണ്ട പൊറോട്ടടി എന്നുകൊണ്ടിട്ട് അമ്മന്റെ മീൻ. നടക്ക് എങ്ങോട്ടെന്ന് അറിയാമല്ല. ഓവൻ സെറ്റപ്പ്. ഇതെന്തോ വലിയ സംഭവം. ഡിസ്ട്രാക്ട് ചെയ്യണം. മേലെ എനിക്ക് ഒരു സാധനം ഉണ്ട്. വെയിറ്റ് പാട്ട് പാടാനേ. അവക്ക് തിരിഞ്ഞെന്നെ കാണണം. അവരുണ്ടാവും. അപ്പുറത്തെ സൈഡിൽ കൂടെ ആണോ? അപ്പുറത്തെ സൈഡിൽ കൂടെ. അപ്പുറത്തെ സൈഡിൽ ആ ഷെൽഫിൽ കൂടെ കേറി ചാടി
അതിന്റെ അപ്പുറത്ത് കേറിക്കോ. ഇവിടുന്ന് കേറണം. അതന്നെ കോഴിമുട്ട പൊട്ടിക്കണ്ടട്ടാ. അയ്യോ അതൊരു ഡിസ്ട്രാക്ഷൻ ആവും. നിക്കട്ടാ, ഞാൻ അപ്പുറത്തേക്ക് കയറി, പുറത്തോടി ഒന്ന് ഇപ്പുറത്തേക്ക് കയറി, പുറത്തോടി ഒന്ന് ഇപ്പുറത്തേക്ക് കയറി. ഞാൻ പാട്ട് വയ്ക്കട്ടാ, അണ്ണ അപ്പുറത്ത് പോയിക്ക്. നിന്നിട്ട് പാട്ട് പാടിച്ച് വെച്ചാൽ ആ ഒന്നിട്ട് അവിടെ ഒന്നുമില്ല. ഇന്നീ തീരം തേടും തിരിയുടെ പാട്ടിൽ. ഓ ഞാൻ പാടിയിട്ട് കാര്യമില്ലല്ലേ, ഒരു ആ പാടി വന്ന് ഈശ്വര ഞാൻ തൂക്കിയല്ലേ. അവിടെ അവിടെ വിളിച്ചേക്ക് ഇക്കിവിടെ പാട്ട് പാടാനുള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ വരും? അനക്ക് അവിടെ മുകളിൽ കണ്ട അപ്പുറത്ത് കൂടെ റാമ്പ് പോലെ ഇതാ അതന്നെ അന്റെ റൈറ്റില്. ആ ഞാൻ പാട്ട് വെക്കാം. പാട്ട് വെക്കി. മറ്റൊരുത്തേക്ക് ജമ്പ് ചെയ്തിട്ട് ആ ചെടിച്ചട്ടിയുടെ ബാക്കിൽ വിളിച്ചോളൂട്ടോ. ഇല്ല ഇപ്പൊ നമ്മളിഞ്ഞ് പാരലായിട്ട് അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ പോണം. കണ്ടാ പാത്രങ്ങളും തട്ടിടല്ലേ, പാത്രങ്ങളും തട്ടിടല്ലേ. ഈശ്വരോ ആള് ഫ്രിഡ്ജ് ചെയ്ത് എടുക്കണ്ടേ മിക്കവാറും എന്നെ കയറ്റത്. ഞാൻ പാത്രം തട്ടിടണമെന്നുണ്ടല്ലേ. ഇനി ഈ പാത്രം തട്ടേണ്ടി വരും. തട്ടാൻ പറ്റ ഇവിടെ തീയിടുപ്പോ ഞാൻ ഇതിന്റെ ഇടയിൽ നിൽക്കണ ബേക്ക് ചെയ്യാൻ കെറ്റിണ്ട്. നിക്ക് കറങ്ങി വരാനൊന്നും പറ്റില്ലല്ലോ, ഇവിടെ തന്നെ നിക്കണ്ടേ. ഞാൻ എന്തേലും തട്ടിടാൻ നോക്കണം, സ്കീം ഉണ്ടെന്നോട്ടെ. പാത്രം തട്ടിടണ്ടോ നോക്കിയേ. ഇല്ല തൂക്കിയല്ലോ നാളെ. ഇല്ലല്ല അപ്പൊ ഇവന്റെ മൂവ്മെന്റ്സ് ആന്റിസിപ്പേറ്റ് ചെയ്ത് പോവാം. ചാടി ഒരു സ്ഥലത്ത് നിന്നുണ്ട്. ഈശ്വര അതിന്റെ അടിയിൽ വല്ല സ്കീം ഉണ്ടോ കയറാൻ? അപ്പൊ ഞാൻ കണ്ട് സത്യം ഇവരെല്ലാത്തിലും കലർത്തുന്നു. അതെന്തൊരു സാധനം എന്നറിയില്ല. അങ്ങൊരു പുറത്താണ് കത്തി ഫിറ്റ് ചെയ്ത് വെച്ചേക്കണ്. മൂവ്മെന്റ്സ് ആന്റിസിപ്പേറ്റ് ചെയ്ത് പോണം, അത് മനസ്സിലായി. അവനതിന് സാധനം എടുക്കും, ഇവിടെ കൊണ്ടുവന്ന് വെക്കും, എന്നിട്ട് അവിടെ നിന്ന് പാത്രത്തിൽ വെക്കും, എന്നിട്ട് ബേക്ക് ചെയ്യാൻ കയറ്റും, എന്നിട്ട് പോകും. അതെ അതെ. പക്ഷെ എനിക്ക് വേണമെങ്കിൽ അണ്ണനെ ഇവിടെ നിന്ന് വലിച്ച് കയറ്റട്ടോ. ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ. നടക്കുവോ? ഞാൻ വരട്ടെ. സാത്താൻ വാ വാ വാ. സാത്താ മുഞ്ചി. ഈ അത്രയും ദൂരം പോലെ ക്യാമറ. ഞാൻ പോയിട്ടാ നോം സേഫ് ആണോ അവിടെ? തള്ളി അവനും അതാണ് മൂളണത്. അതെനിക്കറിയാൻ പാടില്ല. വരില്ല എന്നെ ഇവിടുത്തെ കാണണോ പുള്ളിക്ക്? അവിടെ ഇനിയിപ്പോ ഞാൻ എങ്ങനെ പോവാ? ഡിസ്ട്രാക്ട് ചെയ്യാൻ വല്ലതുണ്ടാ? ഇല്ല അവൻ ഇവിടുന്ന് മാറിക്കോളൂടാ. ഓ ബർഗറിൽ എന്തൊട്ട് ഈ അതിലേ വന്നിട്ട് എന്റെ വഴി കണ്ട എന്റെ റൈറ്റിലേക്ക് കണ്ട അപ്പുറത്ത് ഇവിടെ ഒന്ന് കയറണം. ഇവന് ഈ വെള്ളപ്പൊടി ഉള്ളപ്പോ ഞാൻ കടക്കണം. അവിടെ ഇരുന്നോ ഒന്നുകൂടി ഒരു ചേട്ടാ വെള്ളപ്പൊടി. ആശാനൊരു അടി അടിക്കാതെ വെച്ചിട്ട്. വെള്ളപ്പൊടി ഇടുമ്പോ എനിക്കും വരാൻ പറ്റുമോ നോക്കട്ടെ. അതന്നെയാ സ്കീം. കേറിക്കോ പൊക്കോ. എന്നെ കൂടി ഒന്ന്. ബിഗ് മോംസ് എന്തോ അടുക്കള, വലിയമ്മേടെ അടുക്കള മറക്കരുത്. എനിക്കറിയായിരുന്ന ഞാൻ സുന്ദരനാണ്, ഐ മീൻ സുന്ദരിയാണ്.
സുന്ദരി എങ്ങോട്ടാ ഞാൻ സുന്ദരനല്ലേ ഞാൻ സുന്ദരനല്ലേ ഓ ബേക്കറി ബേക്കറി. അയ്യോ ബേക്കറിയുടെ മറവിലെ അല്ല പിടിച്ചാ മാനുഫാക്ചർഡ് ഫുഡ് പ്രൊഡക്ട്സ്. നമ്മളും മാനുഫാക്ചറിങ് ഗെയിമില് നമ്മളെ പിടിക്കും കേട്ടാ. രക്ഷപ്പെടാൻ പറ്റിയില്ല. പറ്റൂല. ഇനി പറ്റുമോ? റെസ്യൂം ഗെയിം കൊടുത്തു നോക്കണ. അതെ ഒന്ന് നോക്കി നോക്കിയേ, ചിലപ്പോ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയാല. ബേക്കറിയിൽ ഒളിച്ച് കിട്ടാ. ആ ഡോറിന് അങ്ങോട്ട് പോവരുത്. ശരിക്കും തോന്നിയില്ലണ്ടെന്ന്. ഞാൻ വിളിച്ചെന്ന എവിടെയോ. നമ്മളവിടെ ചെല്ലുമ്പോഴാണ് വരുള്ളൂ. ആ ഡോറ് തുറന്നിട്ട് ആളപ്പളെ വരുന്നുള്ളൂ. ഇവിടെ എന്തോ വന്നില്ല. ഇല്ല, അതിലെയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഒന്നുമില്ലടാ, വേറെ ഒന്നുമില്ല. ഇന്ററാക്ട് ചെയ്ത് നോക്ക് ഇവിടെ. ഒന്നും ചെയ്യാല്ല കണ്ട. അതെ, നമ്മളെ അതായത് ആ ഒരു കുട്ടീനെ പിടിച്ചു. ആ കുട്ടി പറഞ്ഞു മോമോയിസല്ലായി. അതെ, നമ്മളും ആ കുട്ടി പെട്ട പോലെ പെടുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെല്ലാരും ഡബിൾ ഷോൾഡേഴ്സ് 2 ഉണ്ടെന്ന്. അതെ, അമ്മ കൊന്നു നമ്മളെല്ലാരും ഗൈസ്. പാർസൽസ് ആക്സെപ്റ്റഡ് അറ്റ് പിയർ 2 days ബിഫോർ സ്റ്റീമേഴ്സ് ഡിപ്പാർച്ചർ. കണ്ട, അത് ഫുഡ് അൾട്ടിമേറ്റ്ലി ഇത് ഫുഡിന്റെ പരിപാടി ആയിരുന്നു ഇവർക്ക്. അതാണ് നമ്മളെ ഞണ്ടിന് ഇതിനൊക്കെ കണ്ടത്. ഇറച്ചി വെട്ടണ മെഷീനും പക്ഷെ നമ്മളെ കൊന്നു ഗൈസ്. അതാണ്. പക്ഷെ ഗെയിം പ്ലേ സ്റ്റോറിക്ക് വലിയ അർത്ഥം അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇതില്ലെങ്കിലും കളിക്കാൻ രസമുണ്ടായിരുന്നു. പക്കാ ഒരു ട്രിപ്പിൾ എ ഗെയിമാണ്. എന്നല്ല ഇന്ത്യയിലൊക്കെ പെടുത്താൻ പറ്റാണ് നമ്മൾ. ആ ഒരു ക്വാളിറ്റിയില് ഇവര് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. സ്റ്റീമില് ഫ്രീ ആണ്. താല്പര്യമുള്ളവരൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് മക്കളെ. ഡബിൾ ഷോൾഡേഴ്സ് കണ്ടിട്ടില്ലെങ്കിൽ അത് എന്റെ ചാനലിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതെ, പാർട്ട് 2 എൻഡിങ് ആണ്. അത് ഇവിടെ ഉണ്ടായിരിക്കും. പാർട്ട് 1 നമ്മളൊരു പ്ലേലിസ്റ്റിലാക്കി വെക്കാം. എന്റെ ചാനലിൽ എന്റെ ചാനലിൽ അപ്പൊ പ്ലേലിസ്റ്റ് അപ്പൊ ടാറ്റാ. വേറെ ഇതുപോലത്തെ നല്ല ഗെയിം, അതെ, നല്ല ഗെയിമുകളായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.